ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു സങ്കീർത്തനം പോലെയുടെ അധ്യായം 10 വായിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ അതിലേക്ക് കിടക്കാം. പുലർച്ചയ്ക്ക് മുമ്പേയുള്ള ഏകാന്തവും നിശബ്ദവുമായ വിനാഴികകളാണ്. ആകാശവും ഭൂമിയും മരങ്ങളും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഗാഠനിദ്രയിൽ. ആകാശത്തിൻ്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട്. ദസ്തേവ്സ്കി അന്നേരം കോട്ടയോട് ചേർന്നുള്ള വഴിയിൽ നിൽക്കുകയായിരുന്നു. വന്യവും ക്രൂരവുമായൊരു ചുഴലിളക്കത്തിൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ട് തകർന്ന നിലയിൽ 2 ദിവസം വീടിനുള്ളിൽ കിടന്നു. പുലർച്ചയ്ക്ക് മുമ്പ് ഒരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയുണർന്നപ്പോൾ തോന്നിയത് വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ്. കുറച്ചു ദൂരം എന്നെ വിചാരിച്ചുള്ളൂ. എന്നാൽ ഇപ്പോൾ എത്ര ദൂരം നടന്നെന്ന് ഓർമ്മയില്ല. സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു അനാദിയിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നെന്നാണ് അപ്പോൾ തോന്നിയത്. പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുയരുന്ന മൗനത്തിൻ്റെ മൊഴികൾ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് നഗരം പ്രപഞ്ചമായി വികസിച്ചു. ആ ഉദയപൂർവ്വ നിമിഷങ്ങളിൽ പ്രപഞ്ചവും താനും മാത്രം. ഒരു മഹാവിജനതയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട, ദൂരെ നിശ്ചലമായി നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ, മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണാവുന്ന പള്ളിഗോപുരം, അവയൊക്കെയെയും മൂടിക്കിടക്കുന്ന നിഗൂഢതയിൽ നിന്ന് നിശബ്ദവും ഏകാന്തവും നിശ്ചലവും പ്രകാശപൂർണവുമായ അനശ്വരതയുടെ സങ്കീർത്തനം ദസ്തേവ്സ്കി വായിച്ചു. ആ പ്രശാന്തതയിൽ നിന്ന് യാത്ര തുടരുമ്പോൾ ദസ്തേവ്സ്കി ഓർക്കുകയായിരുന്നു, ഈ അനശ്വരതയുടെ തൊട്ടരികിൽ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവതലം ഏതു വിധത്തിലാണ്? ഏതോ ശാപനിലത്തിൻ്റെ മധ്യത്തിൽ. തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അവമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? ഒടുവിൽ താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി തിരികെയല്ലേ ചെയ്തത്? എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് തികച്ചും ഏകാകിതയിൽ. വഴിയരികിൽ വലിച്ചെറിയപ്പെട്ടൊരു പാറകഷ്ണം പോലെയല്ലേ ഇപ്പോൾ തൻ്റെ അവസ്ഥ? ഓർത്തു നോക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. യാഥാർത്ഥ്യത്തിൻ്റെ കടിച്ചുകീറലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ്. എന്നാൽ ഒരു പ്രാർത്ഥനയിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും മനുഷ്യന്? അതിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴോ വീണ്ടും കഴുകൻ്റെ നഖങ്ങളിലേക്ക്. എങ്ങും പോകാനില്ല, വീണ്ടും തൻ്റെ ദുർവിധിയിലേക്കല്ലാതെ. തൻ്റെ ജീവിതം വെറും ഒരു പേക്കിനാവായി തീർന്നു. ഷേക്സ്പിയറുടെ വരികൾ മനസ്സിൽ മാറ്റൊലി കൊള്ളുന്നു. Life's but a walking shadow, a poor play that starts and fades its hour upon the stage, and then is heard no more, its tale told by an idiot, full of sound and fury, signifying nothing. നഗരചത്വരം കടന്നു പോകുമ്പോൾ ആകാശത്തിൻ്റെ അടി വിളറി തുടങ്ങുന്നത് ദസ്തേവ്സ്കി കണ്ടു. ഇന്ന് ചിലപ്പോൾ എമിലി വരും. എവിടെന്ന് പണമുണ്ടാക്കി കൊടുക്കും അവൾക്ക്? യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി വിൽക്കാൻ വീട്ടിൽ ആകെ ശേഷിച്ചിട്ടുള്ളത് 4-5 മരസ്പൂണുകൾ മാത്രമാണ്. ബാക്കിയൊക്കെ വിറ്റു, അല്ലെങ്കിൽ പണയം വെച്ചു. പാത്രങ്ങൾ വരെ. പാത്രങ്ങൾ വിറ്റത് പാഷയ്ക്ക് വേണ്ടിയാണ്. അവൻ വന്നു ചോദിക്കുമ്പോൾ എന്തു ചെയ്യും? ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ പോവുകയില്ല. അവൻ്റെ പോക്കിരിത്തരം കുറെ കൂടി പോകുന്നുണ്ട്. ഈയിടെ കള്ളുകുടിയും കൂടുതലാണെന്ന് കേട്ടു. ഉപദേശിച്ചിട്ടൊന്നും പ്രയോജനമില്ല. ഉപദേശത്തിൻ്റെ കുറവ് കൊണ്ടാണോ മനുഷ്യൻ ചീത്തയാകുന്നത്? അല്ലെങ്കിൽ താനെന്തിനാണ് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പ്രാരാബ്ദങ്ങൾ വലിച്ചു തലയിൽ വയ്ക്കുന്നത്? ഈയിടെ ഒരു പരിചയക്കാരൻ കളിയാക്കി, വയ്യാവലികൾ വലിച്ച് തലയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു മനോരോഗമാണെന്ന്. എതിർക്കാനും തർക്കിക്കാനും പോയില്ല. എന്തെല്ലാം കുഴപ്പങ്ങളുള്ള ഒരാളാണ് താനെന്ന് സ്വയം വിചാരിച്ച് ഒരു തമാശ കേട്ടാലെന്ന പോലെ ചിരിച്ചു. വാസ്തവത്തിൽ തമാശയാണോ അത്? അല്ല, അല്ലെന്ന് തീർച്ചയുണ്ട്. എങ്കിലും ആലോചിച്ചു പോവുകയാണ്. മനുഷ്യന് എല്ലാ ചുമടുകളും ഇറക്കി വയ്ക്കാനൊക്കുമോ? സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ? ഒപ്പം നടക്കുന്ന ഒരു സ്നേഹിതനോടെന്ന പോലെ ദസ്തേവ്സ്കി സ്വയം സംസാരിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം, മുഴുവനുമല്ല. അത് അസാധ്യമാണ്. എനിക്കങ്ങനെ സരളമായി പറയാൻ വയ്യാത്ത സംഗതികളുമുണ്ട്. ചേട്ടൻ മൈക്കിളിന് ഒരു പ്രസിദ്ധീകരണമുണ്ടായിരുന്ന കാര്യം അറിയാമല്ലോ, എപ്പോക്ക്. അതൊരുമാതിരി പച്ചപിടിച്ച് വരികയായിരുന്നു. എൻ്റെ അധോതലക്കുറിപ്പുകൾ അതിലാണ് വെളിച്ചം കണ്ടത്. എൻ്റെ സാഹിത്യ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലായിരുന്നു. ചേട്ടൻ കണ്ടെടുത്തു നോക്കി കടം മേടിച്ചാണ് മാസിക തുടങ്ങിയത്. കനത്ത നഷ്ടത്തിൽ പിന്നെ അത് നിർത്തേണ്ടി വന്നു. താങ്ങാൻ പറ്റാത്തൊരടിയായിരുന്നു അത്, എല്ലാ അർത്ഥത്തിലും. അതോടെ ചേട്ടൻ വീണു. ഞാനപ്പോൾ മോസ്കോവിൽ എൻ്റെ ഭാര്യയുടെ അടുത്തായിരുന്നു. ഏതു നേരത്താണ് അവളെ മരണം അനുഗ്രഹിക്കുകയെന്നറിയാതെ ഞാൻ അവളുടെ അരികിൽ കാത്തിരിക്കുകയായിരുന്നു. ഓർത്തു നോക്ക്, ഭാര്യയുടെ മരണം കാത്ത ഒരാൾ 12 മാസം അവളുടെ അരികിൽ നിസ്സഹായനായി ഇരിക്കുന്നത്. അവൾ മേരിയ. എന്നെ അഗാധമായി സ്നേഹിച്ചു. ഞാൻ അവൾക്ക് അതേ അളവിൽ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തു. എന്നുവച്ചാൽ അത്ര ഗംഭീരമായൊരു സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത്. കഷ്ടം അതല്ല. എന്നിട്ടും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല. അതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടോ എന്ന് ചോദിക്കും. അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു. മനസ്സിൻ്റെ മിഥ്യാധാരണകളും ചാബല്യങ്ങളും കൊണ്ട് ജീവിതം അവൾ ദുരിതപൂർണമാക്കി.
എൻ്റെ ജീവിതം അവൾ ഏതോ ശാപം കൊണ്ട് നിറക്കുകയായിരുന്നു. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എന്നിട്ടും എനിക്ക് അവളെ വെറുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ അവളായിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശവക്കുഴിയിൽ അവളോടൊപ്പം എന്താണ് അടക്കിയതെന്ന് ഞാൻ അറിയുന്നത്. ആ നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ശൂന്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ദൈവമേ, അത്രമേൽ സ്നേഹിച്ച ഒരാളുടെ മരണം നമ്മുടെ ജീവിതത്തെ എത്ര നിശൂന്യമാക്കി തീർക്കുമെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു. അതുകൊണ്ട് തീർന്നോ? ഇല്ല. 3 മാസം കഴിഞ്ഞ് ചേട്ടന് മരിക്കുന്നു. എന്തു ഭീകരമായിരുന്നു അത്! എൻ്റെ ജീവിതത്തിൽ അവർ രണ്ടുപേരുടെയും സ്നേഹത്തിന് പകരം വയ്ക്കാൻ എന്താണുള്ളത്? ചേട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, ചേട്ടൻ്റെ അനാഥമായ കുടുംബം എനിക്ക് കൈമലർത്താൻ ഒക്കുമോ? ആ ചരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു. ദസ്തയേവ്സ്കി തിരികെ വീട്ടിലെത്തുമ്പോഴും നേരം പുലർന്നിട്ടില്ല. ഫെദോസി ഉണർന്ന് അടുക്കളയിലെന്തോ ചെയ്യുകയായിരുന്നു. കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു. സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായി നിശ്വസിച്ചു. വലതുകൈ സെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നുമുട്ടി. നോക്കിയപ്പോൾ ബൈബിളാണ്. ഇന്നലെ എവിടെയാണ് ഇയ്യോബിനെ വായിച്ചു നിർത്തിയത്? അവിടെ അടയാളം വെച്ചിരുന്നു. അവിടം തൊട്ട് വീണ്ടും വായിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇയ്യോബിനെ വായിക്കുന്നതൊരു ശീലമായിരിക്കുന്നു. ലജ്ജാപൂർണനായി ഞാൻ എൻ്റെ കഷ്ടത കാണുന്നു. തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും. പിന്നെയും എന്നിൽ നിന്റെ അത്ഭുത ശക്തി കാണിക്കുന്നു. നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എന്നെ നേരെ നിർത്തുന്നു. നിന്റെ ക്രോധം എൻ്റെ മേൽ വർദ്ധിപ്പിക്കുന്നു. അവ ഘണം ഘണമായി വന്ന് പൊരുതുന്നു. നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുവിച്ചതെന്തിന്? ഒരു കണ്ണും എന്നെ കാണാതെ എൻ്റെ പ്രാണൻ പോകുമായിരുന്നു. ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു. ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. എൻ്റെ ജീവിതകാലം ചുരുക്കമല്ലയോ? ഇരുളും അന്ധതയുമുള്ള ദേശത്തേക്ക്, അർദ്ധരാത്രി പോലെ കൂരിരുളും ക്രമമില്ലാതെ അന്ധതമസും വെളിച്ചം അർദ്ധരാത്രി പോലെയുമുള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാത്തവണ്ണം പോകുന്നതിനു മുമ്പേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടതെന്ന് നീ മതിയാക്കി എന്നെ വിട്ടുമാറണമേ. കഷ്ടത നിമിത്തം ഇയ്യോബ് പോലും തൻ്റെ ജന്മദിനത്തെ ശപിച്ചു. അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടുപോകട്ടെ എന്ന് സ്വന്തം ഹൃദയത്തിൽ ദസ്തയേവ്സ്കി പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സഹിക്കുകയും ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താണെന്ന് അത്ഭുതപ്പെടുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ പീഡാനുഭവങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. 8 അടിക്കുന്നതിന് മുമ്പ് അന്ന വന്നു. 2 ദിവസം വെറുതെ പോയതിൻ്റെ ഉത്കണ്ഠയുണ്ടവൾക്ക്. വന്നയുടനെ അന്ന ചോദിച്ചു, എങ്ങനെ, ഫയദോറിനൊന്ന് സുഖം തോന്നുന്നുണ്ടോ? ദസ്തയേവ്സ്കി പറഞ്ഞു, തീർച്ചയായും. ഞാനിന്ന് നേരത്തെ ഉണർന്നു. പുലർച്ചയ്ക്ക് മുമ്പ് കുറച്ചു ദൂരം നടന്നു. ഇപ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നുണ്ടെനിക്ക്. കഥാസന്ദർഭങ്ങൾ മനസ്സിൽ ത്രസിച്ചു നിൽക്കുന്നു. വെറുതെ കണ്ണടച്ചങ്ങ് പറഞ്ഞാൽ മതി. നോട്ട് ബുക്കും പെൻസിലും എടുത്ത് അന്ന മേശക്കരികിൽ എഴുതാനിരുന്നു. ഒരു നിമിഷം ഓർമ്മയിലോ ധ്യാനത്തിലോ എന്ന പോലെ കണ്ണടച്ചിരുന്നതിനു ശേഷം ദസ്തയേവ്സ്കി നേരെ കഥയിലേക്ക് പ്രവേശിച്ചു. അന്റോണിഡ മുത്തശ്ശിക്ക് ചൂതുകളിയുടെ ഭ്രാന്ത് കയറിയിരിക്കുകയാണ്. സമ്പാദ്യം മുഴുവൻ കിഴവി ചൂതുകളിച്ച് നശിപ്പിക്കുമെന്ന് ജനറൽ പേടിക്കുന്നു. എങ്കിൽ നഷ്ടപ്പെടുന്നത് തനിക്കാണ്. ആ ധനം മുഴുവൻ മുത്തശ്ശിയുടെ മരണശേഷം അവരുടെ നിയമപ്രകാരമുള്ള പിന്തുടർച്ചക്കാരൻ എന്ന നിലയ്ക്ക് തനിക്ക് കിട്ടേണ്ടതാണ്. അവരത് ചൂതുകളിച്ച് നശിപ്പിക്കും. ചൂതാട്ടമേശക്കരികിൽ മുത്തശ്ശി ഇപ്പോൾ ഒരു വിശിഷ്ട വ്യക്തിയാണ്. ആര് വേണമെങ്കിലും അവർക്ക് വേണ്ടി കസാര ഒഴിഞ്ഞു കൊടുക്കും. അലക്സിയെ കൊണ്ടാണ് മുത്തശ്ശി കളിപ്പിക്കുന്നത്. അതിൻ്റെ നീരസം ജനറലിന് അലക്സിയുടെ നേർക്കുണ്ട് താനും. താൻ നിസ്സഹായനാണെന്ന് അലക്സി പറയുമ്പോൾ ജനറലിന് അത് മനസ്സിലാകുന്നില്ല. മുത്തശ്ശിക്ക് വാശി കയറിക്കഴിഞ്ഞു. ഓരോ തവണയും 12 സ്വർണ്ണ നാണയങ്ങൾ വീതം പണയപ്പെടുത്താനാണ് അവർ ആവശ്യപ്പെടുന്നത്. പൂജ്യത്തിൻ്റെ കളിയിൽ പണം വെച്ചായിരുന്നു കളിയുടെ ആരംഭം. 2ാമതും 3ാമതും പൂജ്യത്തിൽ തന്നെ വെച്ചു. പൂജ്യം വന്നതേയില്ല. ഇന്ന് പൂജ്യമുണ്ടാവാൻ പ്രയാസമാണെന്ന് പറഞ്ഞാൽ മുത്തശ്ശി കേൾക്കുന്നില്ല. പൂജ്യത്തിൽ തന്നെ വയ്ക്കാനാണ് അവർ ശഠിക്കുന്നത്. വേണമെങ്കിൽ ഒരു 10 വട്ടം പൂജ്യത്തിൽ പണം വെച്ച് തോൽക്കാനും താൻ തയ്യാറാണെന്നുള്ള ഭാവത്തിലാണ് മുത്തശ്ശിയുടെ നില. ഇടയ്ക്ക് ചുവപ്പിൻ്റെ കളത്തിൽ വെച്ച് നേടിയ 4000 ഗുൾഡനും പൂജ്യത്തിൽ വെച്ച് കളഞ്ഞു. മുത്തശ്ശിക്ക് അന്നേരത്തേക്കും ഏതാണ്ട് മതിയായി. പൂർണ്ണമായ തോൽവി അവർ കൈപൊക്കി അംഗീകരിക്കുകയും ചെയ്തു. ചൂതുകളി വിവരിക്കുമ്പോൾ ദസ്തയേവ്സ്കിയുടെ ആവേശം അന്ന സൂത്രത്തിൽ നിരീക്ഷിച്ചു. ചൂതുകളിയിലെ തൻ്റെ ആവേശവും വാശിയും തന്നെയല്ലേ പുള്ളി അന്റോണിഡ മുത്തശ്ശിയിൽ പകർത്തിവെക്കുന്നത്. തോൽക്കും തോറും വാശിയാണ്. നഷ്ടങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടുന്നില്ല. കയ്യിൽ ബാക്കി എന്തുണ്ട്? കറുപ്പിൻ്റെയോ ചുവപ്പിൻ്റെയോ കളത്തിൽ വയ്ക്കാൻ. കീശ കാലിയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ തോൽവി അറിയുന്നത്. അപ്പോൾ എന്തെങ്കിലും പണയം വെച്ച് പണം സമ്പാദിക്കും. അല്ലെങ്കിൽ അന്യായ പലിശയ്ക്ക് കടം മേടിക്കും. ചുമ്മാ തോറ്റു പിൻവാങ്ങുന്നവൻ കളിക്കാരനാണോ എന്നാണ് ചോദ്യം. ഒരു 12000 കൂടി തകർത്തു കഴിഞ്ഞപ്പോൾ മുത്തശ്ശി ധൃതിയിൽ അലക്സിയെയും കൂട്ടി ബാങ്കിലേക്ക് ഓടി. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കിയല്ലേ പറ്റൂ. ബാങ്കിൽ നാണയവിനിമയത്തിന് ഇരിക്കുന്നവരോ കള്ളന്മാരാണ്. ഇടപാടുകാരെ കൊല്ലുന്ന വ്യവസ്ഥകളാണ് അവർക്ക്. മുത്തശ്ശി അതൊന്നും ഗൗനിക്കുന്നില്ല. മുഴുവൻ നഷ്ടപ്പെടുമ്പോഴും വിചാരം അടുത്ത നീക്കത്തിൽ വിജയം സുനിശ്ചിതമാണെന്നാണ്.
12,000 ഫ്ലോറിൻസിനു മേലെ സ്വർണമായി നോട്ടായി മാറ്റിയെടുത്തപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായി. ഇനി ഏതായാലും പൂജ്യത്തിലും ചുവപ്പിലും വെക്കേണ്ട എന്ന് മുത്തശ്ശി തീരുമാനിച്ചു. പിന്നത്തെ കളിയിൽ 20 സ്വർണ്ണ നാണയം കിട്ടിയപ്പോൾ മുത്തശ്ശി സന്തോഷം സഹിക്കാൻ കഴിയാതെ അലക്സിയെ തോണ്ടി. ഒരു ചെറിയ ജയം കൊണ്ട് വലിയ തോൽവികളുടെ വിഷമം മുഴുവൻ വിസ്മരിക്കുന്നു. പക്ഷേ ആ ചെറിയ ജയം ഒരു ചതിയായിരുന്നു. പിന്നീടുള്ള കളികളിൽ തുടരെ തുടരെ തോറ്റ് ഒടുവിൽ കയ്യിലൊന്നും ശേഷിക്കാത്ത വിധം മുത്തശ്ശി നിസ്വയായി തീർന്നു. അന്റോണിയുടെ മുത്തശ്ശിയെ മുൻനിർത്തി കഥാകാരൻ വർണ്ണിക്കുന്നത് സ്വന്തം ചൂതുകളി ഭ്രാന്തിനെക്കുറിച്ചാണെന്ന കാര്യത്തിൽ അന്നയ്ക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ആ ഹരവും സ്തോഭവുമൊക്കെ അവൾ ശരിക്കും കണ്ടു. എന്തെല്ലാം തകർച്ചകളെ നേരിട്ടു, എന്തെല്ലാം നഷ്ടങ്ങൾ സഹിച്ചു, എന്നിട്ടും കൂട്ടാക്കുന്നില്ല. മറ്റുള്ള എഴുത്തുകാരൊക്കെ സായാഹ്ന സദസ്സുകളിലും ചർച്ചകളിലും വിരുന്ന സൽക്കാരങ്ങളിലും ഏർപ്പെട്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ചൂതുകളി കേന്ദ്രത്തിൽ അവിടെ വന്നെത്തുന്ന വ്യത്യസ്തമായ ആളുകളുടെ കൂടെ. എല്ലാവരും തന്നെ അവഗണിക്കുന്നു എന്ന് വിഷാദിച്ചാൽ മതിയോ? താൻ എല്ലാവരിൽ നിന്നും അകന്നു പോവുകയാണെന്നെന്താ തോന്നാത്തത്? നിന്ദനവും ഒറ്റപ്പെടുത്തലും അവഗണനയും ഒക്കെയുണ്ട്, അത് അന്നയ്ക്കും അറിയാം. എന്നാൽ ഇയാൾ ഈ അപകർഷതാബോധമൊക്കെ ഉപേക്ഷിച്ച് ഇതാ ഞാനെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. പക്ഷേ സ്വയം തോന്നേണ്ടേ? എന്നാൽ ഇങ്ങനെയൊരാൾ. അന്ന ഓർക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു. അമൃതവും വിഷവും കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ദൈവവും പിശാചും മാറി മാറി മരിക്കുന്ന ഒരു ഭൂഖണ്ഡം. നോവലിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മസംഘർഷം ആ മനസ്സിൻ്റെ സുതാര്യതയിലൂടെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയ്ക്ക് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദസ്തയേവ്സ്കി പറഞ്ഞു, എനിക്ക് നോവൽ അത്ര വേഗം തീർക്കണമെന്നില്ല. വിസ്മയത്തോടെ അവൾ ചോദിച്ചു, അതെന്താ? നവംബർ 1 മുമ്പ് നോവൽ കൊടുത്തില്ലെങ്കിൽ സ്റ്റെല്ലോവ്സ്കിക്കാവില്ലേ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാൻ പോകുന്നതിൻ്റെയും ഒക്കെ അവകാശം? പിന്നെ സ്റ്റെല്ലോവ്സ്കി, ദസ്തയേവ്സ്കി പറഞ്ഞു, അയാൾ പോയി തുലയട്ടെ. അങ്ങനെ സമയബന്ധനം വെച്ച് എങ്ങനെ നോവൽ എഴുതും? നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാനൊക്കുമോ? ഇത് നിലമുഴുന്നത് പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല. ഇത് ആത്മാവിൻ്റെ ഒരു വെളിപാടാണ്. അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല. അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണോ ഈ സ്റ്റെല്ലോവ്സ്കി എന്ന മഹാൻ? മഹാനോ? അട്ട, എഴുത്തുകാരുടെ രക്തമൂറ്റി കുടിക്കുന്ന അട്ട, അല്ലെങ്കിൽ ചെകുത്താൻ. അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാനിടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആദായം അയാൾ എടുത്തോട്ടെ. എന്നാൽ അയാളാണ് അത് എഴുതിയതെന്ന് വരില്ലല്ലോ. ഉവ്വോ? എന്തെന്നില്ലാത്തൊരു വിസ്മയത്തോടെ അന്ന ദസ്തയേവ്സ്കിയെ നോക്കി. ഒരു നിമിഷം കഴിഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ ദസ്തയേവ്സ്കി പറഞ്ഞു, പിന്നെ മറ്റൊരു കാരണവുമുണ്ട്. ഈ നോവൽ പെട്ടെന്ന് തീർന്നാൽ അന്ന അപ്പോൾ പോവില്ലേ? അവൾക്കും ചിരി വന്നു. അപ്പോൾ തമാശ പറയാനും അറിയാം അല്ലേ? ദസ്തയേവ്സ്കി നിഷാദാർത്ഥത്തിൽ തലയനക്കി. ഇത് തമാശയാണെന്ന് ആര് പറഞ്ഞു? അന്ന മറുപടി പറയാതെ മുഖം താഴ്ത്തി പെൻസിൽ കൊണ്ട് വെറുതെ കടലാസിൽ കോറിക്കൊണ്ടിരുന്നു. അപ്പോൾ ദസ്തയേവ്സ്കി പറഞ്ഞു, ഇനിയും കാര്യമായി എന്തെങ്കിലും എഴുതണമെന്നുണ്ടെനിക്ക്. അനേകം ആശയങ്ങൾ മനസ്സിലുണ്ട് താനും. പക്ഷേ സാഹചര്യം അനുകൂലമല്ല. എന്തു ചെയ്യാം? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ തകർന്നു പോവുകയുള്ളൂ. അവൾ മുഖമുയർത്താതെ ചോദിച്ചു, ആശയങ്ങളുണ്ടെങ്കിൽ പിന്നെ എഴുതിയാൽ എന്താ? ആരോ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. എഴുതാൻ ഒന്നുമില്ലാത്തതാണ് മിക്ക എഴുത്തുകാരുടെയും പ്രശ്നമെന്ന്. ഏതായാലും ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. സത്യത്തിൽ എഴുതാനുള്ളതിൻ്റെ ബാഹുല്യമോർത്താണ് ഞാൻ നടുങ്ങുന്നത്. എങ്കിൽ പിന്നെ എഴുതുക തന്നെ വേണം. എനിക്കങ്ങനെ പറയാമോ എന്നറിയില്ല, എന്നാലും പറയാം. മഹാനായ ദസ്തയേവ്സ്കി എഴുതുന്നത് വായിക്കാൻ കാത്തിരിക്കുന്ന വായനക്കാരുടെ ഒരു ലോകമുണ്ട്. ഉവ്വോ? ദസ്തയേവ്സ്കി പിന്നെ താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുതിയ നോവലിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ മനസ്സിനെ വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാശയം. അത്ര എളുപ്പമെടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ലത്. ഇപ്പോൾ അതെന്നെ പ്രലോഭിപ്പിക്കുന്നു. നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിനേക്കാൾ പ്രയാസമുള്ള എന്ത് പണിയാണ് ഈ ഭൂമിയിലുള്ളത്? അതും കുടിലബുദ്ധികളുടെ ഇക്കാലത്ത്. ദസ്തയേവ്സ്കി സിഗരറ്റ് കത്തിച്ചതിനു ശേഷം സെറ്റിയിൽ ചാഞ്ഞിരുന്നു. വീണ്ടും മനസ്സിനുള്ള നോവലിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. 4 വർഷത്തെ ചികിത്സയ്ക്കും താമസത്തിനു ശേഷം സ്വിറ്റ്സർലൻഡിലെ ഒരു സാനിറ്റോറിയത്തിൽ നിന്ന് മിഷ്കിൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിച്ചേരുന്നു. എന്തായിരുന്നു അയാളുടെ രോഗം? ചുഴലി തന്നെ. അപസ്മാരം. ശുദ്ധാത്മാക്കൾക്കും മഹാത്മാക്കൾക്കും പ്രവാചകന്മാർക്കും മാത്രം വരുന്നൊരു രോഗമാണിത്. ഈ മിഷ്കിനെ ആദ്യം കാണുമ്പോൾ നാം പെട്ടെന്ന് ക്രിസ്തുവിനെ ഓർത്തു പോകും. രൂപവും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. ഹൃദയം ചൂണ്ടിക്കാണിക്കുന്ന വഴിക്ക് നടക്കുന്ന ഒരാൾ. അധിക്ഷിപ്തൻ, പരിഹാസ്യൻ, എന്നാൽ ശുദ്ധാത്മാവ്. കുട്ടികളോടും പാവങ്ങളോടും പാപികളോടും അയാൾ കലിവുണ്ട്. നിഷ്കളങ്കതയുടെ ഒരാത്മാവ്. അത്തരക്കാരിലൂടെയല്ലേ മിക്കപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു കൊല്ലത്തെ ജീവിതം കൊണ്ടയാൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നു. അതായത് മാനസിക രോഗാശുപത്രിയിലേക്ക്.
പരാജയപ്പെട്ടൊരു ക്രിസ്തു എന്ന നിലയ്ക്കാണ് ഞാൻ മിഷ്കിനെ സങ്കല്പിക്കുന്നത്. പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ അയാൾ ഒരു ബോഷനാണ്, ഇഡിയറ്റ്. അന്ന ചോദിച്ചു. ഇഡിയറ്റോ? ആ ശുദ്ധാത്മാവോ? അത്ഭുതപ്പെടുന്നത് എന്തിനെ എന്നർത്ഥത്തിൽ ദസ്തയേവ്സ്കി അന്നയെ നോക്കി. നമ്മുടെ കാലഘട്ടത്തിൽ പിന്നെ ഒരു ഇഡിയറ്റ് അല്ലാതെ ആരാണ് ശുദ്ധാത്മാവായിട്ടുണ്ടാവുക? അന്ന പറഞ്ഞു. എന്നാൽ പിന്നെ അത് വേഗം എഴുത്, കുറെ കഴിയുമ്പോൾ മനസ്സ് മാറിയാലോ? ഇല്ല, ദസ്തയേവ്സ്കി പറഞ്ഞു. അതിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഭൂമിയിൽ ഞാൻ അവതരിച്ചത്. പിന്നെ കുറെ നേരം സെറ്റിയിൽ മലർന്നു കിടന്ന് മച്ചിൻ മുകളിൽ നോക്കിക്കൊണ്ട് ദസ്തയേവ്സ്കി പറഞ്ഞു. അതിലൊരു കഥാപാത്രമുണ്ടാകും. ഒരു 16 വയസ്സുകാരൻ ഇപ്പോലിത്ത്, ക്ഷയരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അവൻ ആത്മഹത്യക്ക് ശ്രമിക്കും. ആത്മഹത്യയിലൂടെ മനുഷ്യൻ്റെ ജീവിതത്തിന്മേലും മരണത്തിന്മേലും ദൈവത്തിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഉന്നം. പക്ഷെ പാളിപ്പോകുന്നു. ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ അവൻ മിഷ്കിനോട് ആവശ്യപ്പെടും എങ്ങനെ മരിക്കണമെന്ന് ഉപദേശിക്കാൻ. തൻ്റെ നിഷ്കളങ്കതയിലും ആത്മീയതയിലും വിശ്വസിക്കുന്ന അവനോട് മിഷ്കിൻ പറയും, ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക. അത് പറയുമ്പോൾ ദസ്തയേവ്സ്കിയുടെ തൊണ്ടയിടറി. അന്ന നോക്കുമ്പോൾ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന സ്വന്തം കണ്ണുകൾ തുടയ്ക്കുന്നു. കുരിശിൽ കിടന്ന് പ്രാണൻ പിടയുമ്പോൾ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചത് അന്ന അറിയാതെ ഓർത്തുപോയി. കുറ്റവും ശിക്ഷയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിതാവ് പറഞ്ഞതും അന്നയുടെയും ഓർമ്മയിൽ മാറ്റലുണ്ടാക്കി. മനുഷ്യൻ്റെ ഉള്ളിലെ കാടുകളും ഗുഹകളും കൊടുമുടികളും ഗർത്തങ്ങളും കടുന്തൂക്കുകളും മരുഭൂമികളും ചതുപ്പുകളും ഇരുണ്ട കോട്ടകളും അൾത്താരകളും വിള്ളലുകളും വിച്ഛിന്നതകളും ഇതുപോലെ വേറെ ആരും കാണിച്ചു തന്നിട്ടില്ല. ധാരാളം ആത്മക്ഷതങ്ങളേറ്റിട്ടുള്ള ആളാണെന്ന് ഇന്നാളൊരിക്കൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? അന്ന ചോദിച്ചു. ആ ആത്മക്ഷതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നു അല്ലേ? നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്തയേവ്സ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ടൊരു നെടുവീർപ്പോടെ ചോദിച്ചു, അല്ലാതെ ഞാൻ അവർക്ക് എന്തു കൊടുക്കും? അപ്പോൾ അന്നയ്ക്കൊരു കുസൃതി തോന്നി. എന്നിട്ട് ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കും അല്ലേ? ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മിടുക്കിയാണ് നീ. അന്നയുടെ കണ്ണുകളിൽ നിന്ന് സ്വന്തം കണ്ണുകളെടുക്കാതെ ദസ്തയേവ്സ്കി പറഞ്ഞു. പക്ഷേ അവിടെ പിഴപറ്റി. ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു മഹൽ സന്നിധിയിലെന്ന പോലെ അവൾ ശിരസ് കുനിച്ചു. അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു ഒരു സങ്കീർത്തനം പോലെയുടെ അധ്യായം 10. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.